ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേബി ഓയിലാണ്. അതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ പച്ചമഞ്ഞ, പിന്നെ ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നാൽപ്പാമരാതി കേരം അല്ലെങ്കിൽ നാൽപ്പാമരാതി തൈലം എന്ന് പറയും. അത് ഞാൻ ചേർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റായിട്ട് ഓരോന്നായിട്ട് വാങ്ങിച്ച് ചേർക്കണ്ട, ഈ ഓയിൽ ചേർത്താൽ മതി. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ക്യാരറ്റും പച്ചമഞ്ഞയും നന്നായിട്ട് കഴുകി ഉള്ള പച്ചമഞ്ഞയാണ്. അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലാക്കിയിടാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇത്രയും വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ 3 മഞ്ഞ, ക്യാരറ്റ്, തേങ്ങ ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കാം. അധികം യൂസ് ചെയ്യാത്തൊരു പാത്രം എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. 1/2 കിലോ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നാടൻ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബേബിക്ക് യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. അത് 1/2 കിലോ ചേർത്തു. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ മിക്സ് ഒന്ന് ഇതിലോട്ട് ചേർക്കുകയാണ്, എണ്ണ ചൂടായതിന് ശേഷം. അപ്പം ഇത് ഫുള്ളായിട്ടൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. ഓയിലിലോട്ട് മിക്സ് ആവണ വരെ. പിന്നെ ഈ നാൽപ്പാമരാതി കേരം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം, ആ എണ്ണയിലോട്ട്. ഈ നാൽപ്പാമരാതി ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. കാരണം അതിൽ ചന്ദനം അടങ്ങിയ ഒരുപാട് ആയുർവേദ കൂട്ടുകളുണ്ട്. അത് സെപ്പറേറ്റായിട്ട് വാങ്ങിച്ച് അരച്ച് ചേർക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ എണ്ണ വാങ്ങിച്ച് ഇതിലോട്ട് ചേർത്തത്. അപ്പോൾ പിന്നെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എണ്ണ അവിടെ കിടന്ന് തിളച്ചു. പിന്നെ നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ എടുത്തിട്ട് ആ മിശ്രിതം അതിലോട്ട് എടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഓയിൽ കിട്ടും. ഇതാണിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഓയിൽ. പിന്നെ അതിൻ്റെ ബാക്കി ഈ അരിച്ചെടുത്ത ഇത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. എന്തും മിൽക്ക് വെച്ചോ തൈര് ചേർത്തോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് മുഖത്തിടാം, തേനോ അങ്ങനെ എന്തെങ്കിലും വെച്ച്. സോ അവസാനം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും നല്ലൊരു കട്ടിക്കാണ് എണ്ണ. ഇത് ബേബീസിനൊക്കെ വളരെ നല്ലതാണ്, സ്കിന്നിന്. മഞ്ഞ ചേർത്തിട്ടുള്ളത് കൊണ്ടും എല്ലാം നിറം വർദ്ധിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.